നമസ്കാരം. നേത്രദാന പക്ഷാചരണത്തിൻ്റെ ഭാഗമായി നേത്രദാനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ നേത്രരോഗ വിദഗ്ധയും ഒപ്താൽമിക് സൊസൈറ്റിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ ഡോക്ടർ രമ്യയാണ്. നമസ്കാരം മേഡം. നമസ്കാരം മേഡം, നേത്രദാനം എന്താണ്? അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ദേശീയ നേത്രദാന പക്ഷാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ ദേശീയ നേത്രദാന പക്ഷാചരണം അഥവാ നാഷണൽ ഐ ഡൊണേഷൻ ഫോർട്ട്നൈറ്റ് ആയിട്ട് ആചരിക്കുകയാണ്. ഇതിൻ്റെ ആവശ്യം എന്തെന്ന് വെച്ചാൽ ജനങ്ങളെ ഇതേപ്പറ്റി ബോധവാന്മാരാക്കുക, നേത്രദാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. നേത്രദാനം എന്ന് പറഞ്ഞാൽ മരിച്ച ഒരു വ്യക്തി തൻ്റെ കണ്ണുകൾ വേറൊരാൾക്ക് ദാനം ചെയ്യുന്നതിനെയാണ് നേത്രദാനം എന്ന് പറയുന്നത്. മേഡം, ആദ്യമായി നേത്രദാനം നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരാൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, ആദ്യമായി നമുക്കൊരു നേത്രദാനം ചെയ്യണമെന്ന് ഇപ്പം ഞാൻ താല്പര്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ വില്ലിങ്നെസ് ആണ് അതിന് ഏറ്റവും അത്യാവശ്യം. ഞാൻ അത് എൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനെ, എൻ്റെ മക്കളോടോ അല്ലെങ്കിൽ അച്ഛനമ്മമാരോടോ ആ താല്പര്യം അറിയിക്കുക. എന്തെന്ന് വെച്ചാൽ മരിക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ അവർക്കറിയണം ഇന്ന ആൾ ഇങ്ങനെ ദാനം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു എന്നത്. പിന്നെ നിങ്ങൾക്ക് ഐ ഡൊണേഷൻ പ്ലഡ്ജ് ഫോംസ് ഉണ്ട്, അത് അടുത്തുള്ള ഐ ബാങ്കുകളിൽ ലഭ്യമാണ്. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ വഴി അത് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഐ ആം വില്ലിംഗ് ടു ഡൊണേറ്റ് മൈ ഐസ് എന്ന് ഒന്ന് എഴുതിയിട്ടാൽ മതി. അപ്പോൾ നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സെല്ലാം മനസ്സിലാക്കും, ഓ ഇദ്ദേഹത്തിന് ഐ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വില്ലിങ്നെസ് ആണ് ഐ ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം. കണ്ണ് മുഴുവനായിട്ട് മാറ്റി വെക്കുമോ? എങ്ങനെയാണ് അതിനെക്കുറിച്ച്? ഇല്ല, കണ്ണ് മുഴുവനായിട്ടും മാറ്റി വെക്കില്ല. ഇതാണ് കണ്ണ്. ഈ കണ്ണിൻ്റെ ഈ വൈറ്റ് പാർട്ടിന് നമ്മൾ സ്ക്ലീറ എന്ന് പറയും. ഈ ഫ്രണ്ട് പാർട്ട്, ഈ വാച്ച് ഗ്ലാസ് പോലുള്ള സുതാര്യമായ പാർട്ടാണ് കോർണിയ അഥവാ നേത്രപടലം. അപ്പം ഇതിന് വരുന്ന ബ്ലൈൻഡ്നെസ്, കോർണിയൽ ബ്ലൈൻഡ്നെസ് അഥവാ നേത്രപടലാന്ധത, ഇതിനാണ് ഐ ഡൊണേഷൻ വഴി ഉപകാരപ്പെടുക. അപ്പോൾ നമുക്ക് മുറിവ് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും പഴുപ്പ് വന്ന് ഈ കണ്ണിൻ്റെ കോർണിയ ഒപ്പാസിഫൈ ആവും. അപ്പം നമുക്ക് അതിലൂടെ പ്രകാശം കടന്നു പോകാതെ വരികയും അത് കണ്ണടകളിലൂടെയോ കോൺടാക്ട് ലെൻസിലൂടെയോ ആ അസുഖം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറാം. പിന്നെ കുട്ടികളിൽ ജന്മനാ ചിലപ്പോൾ ഇതിൻ്റെ സുതാര്യത നഷ്ടപ്പെട്ട് കുട്ടികൾ ജനിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ആ അവസരങ്ങളിലാണ് ഈ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ കെറട്ടോപ്ലാസ്റ്റി ഉപകാരപ്പെടുക. അല്ലാതെ ഈ കണ്ണിൻ്റെ ഞരവിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് കാര്യമില്ല. കോർണിയൽ ബ്ലൈൻഡ്നെസ്സിന് മാത്രമേ. അപ്പം നമ്മൾ ഈ ഭാഗം മാത്രമാണ് സാധാരണയായി ട്രാൻസ്പ്ലാന്റേഷൻ ഉപകരിക്കുന്നത്. വളരെ ചുരുക്കം കേസുകളിൽ ഈ കണ്ണിൻ്റെ വെള്ള സ്ക്ലീറയും ട്രാൻസ്പ്ലാന്റേഷന് ഉപയോഗിക്കാറുണ്ട്. മാഡം, എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ നേത്രം ദാനം ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത് പറ്റൂല എന്ന് പറയുന്നുണ്ട്. അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് അത് ചെയ്യാൻ പറ്റുക, ചെയ്യാതിരിക്കാൻ സാധ്യത? ആർക്ക് വേണമെങ്കിലും കണ്ണ് ദാനം ചെയ്യാം. അതായത് കണ്ണട ഉപയോഗിക്കുന്നവർ, കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവർ, തിമിരം ഉള്ളവർ, തിമിര ശസ്ത്രക്രിയ ചെയ്തവർ, കോങ്കണ്ണിന് ശസ്ത്രക്രിയ ചെയ്തവർ, നമുക്ക് ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ, പ്രഷർ തുടങ്ങിയ അസുഖങ്ങളുള്ളവർ, ഇതൊന്നും കണ്ണ് ദാനം ചെയ്യുന്നതിന് ഒരു തടസ്സമല്ല. പക്ഷേ ഇൻഫെക്റ്റീവ് ഡിസീസസ്, എക്സാമ്പിളായി പറഞ്ഞാൽ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ HIV അല്ലെങ്കിൽ മാരകമായ ക്യാൻസർ, ശരീരമാസകലം വ്യാപിച്ച ക്യാൻസർ, ഇതൊക്കെ ഒരു ചെറിയൊരു ശതമാനമെങ്കിലും അതൊരു മാറ്റിവെക്കുന്ന ആൾക്കാരിലേക്ക് പകരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത്തരം കൃഷ്ണമണികൾ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷന് ഉപയോഗിക്കുന്നതല്ല. മാഡം, ഒരാൾ കണ്ണ് ദാനം ചെയ്താൽ എത്ര പേർക്ക് അത് ഉപകാരപ്രദമാകും? ഓക്കെ, ഒരാൾ കണ്ണ് ദാനം ചെയ്താൽ സാധാരണഗതിയിൽ പണ്ട് സംഭവിച്ചിരുന്നത് ഒരാളുടെ കണ്ണുകൾ രണ്ടാൾക്ക് ഉപകാരപ്പെടും. അതായത് നമ്മുടെ കൃഷ്ണമണി മൊത്തമായിട്ടാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിരുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ, നമ്മുടെ ശസ്ത്രക്രിയയിലും വളരെ പുരോഗമനം സംഭവിച്ചു ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോർണിയൊക്കെ പല ലെയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ആ ലെയേഴ്സിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ ലെയറിനുള്ള അസുഖങ്ങൾക്ക് ആ ലെയർ മാത്രം മാറ്റി വെച്ചാൽ മതിയും. അപ്പോൾ ഇപ്പോൾ ഏകദേശം 4 ആൾക്ക് വരെ കോർണിയൽ ഡൊണേഷൻ വഴി ഉപകാരപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഏജ് എന്ന് പറഞ്ഞത് ഒരു ബാരിയർ അല്ല ഈ കണ്ണ്
ദാനം ചെയ്യുന്നതിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു 80 വയസ്സ് വരെ നമുക്ക് കണ്ണ് ദാനം ചെയ്യാം. ഈവൺ 80 വയസ്സ് പോലും അതൊരു ബാരിയറാണ്. നല്ല ഹെൽത്തി കോർണിയ ആണെങ്കിൽ ഈവൺ 80 വയസ്സിന് ശേഷവും കണ്ണ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ജാതി മതം ഇതൊന്നും കണ്ണ് ദാനം ചെയ്യുന്നതിന് ഒരു തടസ്സമേ അല്ല. മാഡം, നേത്രദാനം ആഗ്രഹിച്ച് മരണപ്പെട്ട ഒരാൾ, ഓക്കെ, അങ്ങനെയുള്ള സമയത്ത് ഈ ബന്ധുക്കൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ എപ്പോഴും മരിച്ച് ഉള്ള ഒരു വീട് എന്ന് പറഞ്ഞാൽ ആ വിഷമത്തിലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു തോന്നൽ, അതായത് നമ്മുടെ ഏറ്റവും അടുത്തപ്പോഴത്തേക്ക് ഇയാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എന്നോട് മുന്നേ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം അത് അറിയിക്കുക. അങ്ങനെ ഒരു ഇത് നമ്മുടെ മനസ്സിൽ വന്ന ഉടനെ തന്നെ ആ മരിച്ച് കിടക്കുന്ന ആ റൂമിലത്തെ ഫാന്, AC എന്നിവ ഓഫ് ചെയ്യുക. കാരണം എസ്പെഷ്യലി നമ്മൾ ഈ കൃഷ്ണമണി ഡ്രൈ ആവാതെ നോക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ അടഞ്ഞ പോളേൻ്റെ മുകളിൽ നനഞ്ഞ കോട്ടൺ തുണി 2 പോളക്കും മുകളിലായിട്ട് വയ്ക്കുക. പിന്നെ തലയുടെ ഭാഗം 1-2 തലയണ വെച്ച് കുറച്ച് ഉയർത്തി കൊടുക്കുക. ഉടനെ തന്നെ നിങ്ങൾക്ക് അടുത്തുള്ള ഐ ബാങ്കുകളിൽ വിവരം അറിയിക്കുക. അവിടെയുള്ള ടീം നിങ്ങളുടെ ഹോസ്പിറ്റലിലോ വീട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വരികയും കോർണിയ റിട്രീവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ മരണാനന്തര ചടങ്ങുകൾ വൈകി പോവോ? ഇല്ല. ഇത് വളരെ എളുപ്പത്തിൽ നടത്താവുന്ന ഒരു പ്രൊസീജിയറാണ്. ഒരു 15 മിനിറ്റ് മുതൽ 15-20 മിനിറ്റുകൾക്കുള്ളിൽ ഇത് തീരും. അപ്പം അതാ നിങ്ങളുടെ ആ ഒരു മരണാനന്തര ചടങ്ങുകൾ വൈകിക്കുകയൊന്നുമില്ല. പിന്നെ പലപ്പോഴും ആൾക്കാർക്ക് സംശയം ഉണ്ടാവാറുണ്ട്, ഈ കണ്ണെടുത്തു കഴിഞ്ഞാൽ ആളെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുമോ? അങ്ങനെയൊന്നുമല്ലോ, ഒരിക്കലും ഇല്ല. മുന്നേക്ക് നമ്മൾ കണ്ണ് മുഴുവനായി എടുക്കും. ഈവൻ കണ്ണെടുത്താൽ തന്നെ നമ്മൾ ആ കണ്ണിന്റെ പോള അടച്ചിട്ടാ വെക്കുക. അപ്പോൾ ഒരിക്കലും അതൊരു ഡിസ്ഫിഗർമെന്റിന്റെ ഒരു പ്രശ്നമേ അവിടെ വരുന്നില്ല. കണ്ണ് എത്ര മണിക്കൂർ വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും? കണ്ണ് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾ ഈ മരണം നടന്നതിന് ശേഷം 6 മണിക്കൂറിനുള്ളിൽ നമ്മൾ കണ്ണ് എടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മളൊരു മോയ്സ്റ്റ് ചേംബർ എന്ന് പറയും, അവിടെയാണ് അതിൻ്റെ ഉള്ളിലാണ് ഈ കണ്ണ് സൂക്ഷിക്കുക. അപ്പോൾ അങ്ങനെ സൂക്ഷിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 ദിവസം മാത്രമേ ആ കണ്ണ് ഉപകാരപ്പെടൂ. പക്ഷേ ഇന്ന് നമുക്ക് പലതരത്തിലുള്ള ലായനികൾ ലഭ്യമാണ്. അപ്പോൾ അതിന് നമ്മൾ പ്രിസർവേറ്റീവ് ലായനികൾ ഉപയോഗിക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഈ കോർണിയ സ്ക്ലീറൽ ബട്ടൺ നമ്മൾ ഏകദേശം 14 ദിവസത്തോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഉപകാരപ്പെടും. നേത്ര ബാങ്ക് എന്നറിയപ്പെടുന്ന എന്താണ് അതിൻ്റെ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതെ. നേത്ര ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ മരിച്ച ആൾക്കാരിൽ നിന്നും എടുക്കുന്ന കണ്ണുകൾ സൂക്ഷിക്കുകയും അതിൻ്റെ ക്വാളിറ്റി അവിടെ നിർണ്ണയിക്കും. മൈക്രോസ്കോപ്പിലേക്കൂടെ നോക്കി ഈ കോർണിയ നമുക്ക് ഉപകാരപ്പെടുന്നതാണോ എന്ന് നോക്കും. എന്നിട്ട് അത് ആവശ്യമുള്ള ആളുകളിലേക്ക്, സ്വീകർത്താക്കളിലേക്ക് അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ വിവരം അറിയിച്ച് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതാണ് ഒരു നേത്ര ബാങ്കിൻ്റെ പ്രഥമമായ ലക്ഷ്യം. കൂടാതെ ഇതുപോലുള്ള ബോധവൽക്കരണ പരിപാടികളിൽ ജനങ്ങളെ പങ്കെടുപ്പിക്കുക, ഇതൊക്കെയാണ് ഒരു നേത്ര ബാങ്കിൻ്റെ ലക്ഷ്യം. ഈ നേത്രദാനം നമ്മൾക്ക് കൂട്ടാൻ, അതായത് കൂടുതൽ ആളുകൾ ഇതിലേക്ക് വന്ന് ബോധവൽക്കരണം ചെയ്യാൻ, അവരുടെ കണ്ണുകൾ ഇതിലേക്ക് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഇപ്പോൾ നേത്രദാനം, അതായത് ആദ്യമായി ഐ ഡൊണേഷൻ നടന്നത് 1905 പ്രാഗിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഏകദേശം 117-119 കൊല്ലത്തോളമായി. പക്ഷേ എന്നിട്ടും നമ്മുടെ ആൾക്കാരിൽ ഈ നേത്രദാനത്തെക്കുറിച്ച് ഇപ്പോഴും അവർക്ക് അതിനെപ്പറ്റിയുള്ള അറിവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഓരോ കൊല്ലവും നമുക്ക് ഈ നേത്രപടലാന്ധത ബാധിച്ച ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾ ഇതിനായി കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഏകദേശം 25,000 മാത്രമേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. അപ്പം ഇത്രയും ബാക്ക്ലോഗ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്ക് ദിവസം തോറും മരണങ്ങൾ, ഇപ്പം യങ് ഡെത്ത്സ് വളരെ കൂടുതലാണ്. പക്ഷെ എന്നാൽ പോലും ആളുകൾക്ക് ഇത് ചെയ്യേണ്ടതിൻ്റെ ഒരു ബോധമില്ല അല്ലേ? അപ്പം അത് നമ്മൾ പരമാവധി കൂട്ടിക്കൊണ്ടിരണം. അപ്പം അതിന് എൻ്റെ അഭിപ്രായത്തിൽ ഇതിനുള്ള ഒരു ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് തന്നെ കൊടുക്കണം. അവരുടെ കറിക്കുലത്തിൽ ഈ ഓർഗൻ ഡൊണേഷനെ പറ്റിയും ഐ ഡൊണേഷനെ പറ്റിയും ഒക്കെ ഇത് അവരെ ചെറിയ പ്രായത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. കൂടാതെ യുവജനോത്സവങ്ങളിൽ അവരുടെ കലാ പരിപാടികളിലേക്കെല്ലാം ഇതിനെപ്പറ്റിയുള്ള സ്കിറ്റുകളും കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചാൽ കുട്ടികൾക്ക് മാത്രമല്ല അത് കാണുന്ന ടീച്ചേഴ്സിനും ജനങ്ങൾക്കും കൂടി അത് കൂടുതൽ ഉപകാരപ്പെടും. പിന്നെ ഇതുപോലെയുള്ള ഐ ഡൊണേഷൻ ഫോർട്ട്നൈറ്റുകളിൽ നമ്മുടെ പോലുള്ള നേത്രരോഗ വിദഗ്ധർ അത് നമ്മളെ അറിയിക്കും. പിന്നെ സോഷ്യൽ മീഡിയ അത് വളരെ, ഇന്നിപ്പം ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഉപയോഗിക്കാത്ത ആൾക്കാരുമില്ല. അപ്പോൾ അതിലെ കൂടിയെല്ലാം ഇതിനെപ്പറ്റിയുള്ള മെസ്സേജസ് നമ്മൾ പരമാവധി ജനങ്ങളെ അറിയിക്കുക. ഇതാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വളരെ സന്തോഷം, ഇത്രയും നന്നായി നേത്രദാനത്തിനെ കുറിച്ച്
പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു.